ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻ അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ലെങ്ത്തിൻ്റെ സൈഡിൽ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ലെങ്ത്ത് മുഴുവനായിട്ടും നമുക്ക് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ മറ്റേ സൈഡിലുള്ള ലെങ്ത്തിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വന്നപ്പം ലാസ്റ്റത്തെ പീസ് എനിക്ക് 4.5 സെൻറ്റിമീറ്റർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടേത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ളതാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വരാം. അപ്പം ഞാനെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു വലിയ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത രണ്ട് സൈഡിൽ നിന്നും നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് ഓരോ 5 സെൻറ്റിമീറ്ററും ഇതേപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം വരച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ വരയിലൂടെ പേപ്പറിനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഓരോ വരയെന്നും നമ്മൾ പേപ്പറിനെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കുക. അപ്പം ഞാൻ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മടക്കിനെ ഒരു വശത്തേക്കും മറ്റേ മടക്കിനെ ഓപ്പോസിറ്റ് വശത്തേക്കുമായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ പേപ്പർ മൊത്തമായിട്ടും ഒന്ന് മടക്കിയെടുക്കാം. അപ്പം ഞാൻ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ വീതിയുടെ ഭാഗത്ത് ഒരു 6 സെൻറ്റിമീറ്ററും അതിൻ്റെ മുകളിലായിട്ട് ഒരു 2 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 സെൻറ്റിമീറ്റർ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ സൈഡിലുള്ള വീതിയുടെ ഭാഗത്തും ഒരു 6 സെൻറ്റിമീറ്റർ മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 6 സെൻറ്റിമീറ്റേഴ്സും കൂടെ നമ്മൾ നേരത്തെ വരകൾ ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ 2 സെൻറ്റിമീറ്ററിൻ്റെ പോയിന്റിൽ നിന്ന് മറ്റേ ബ്രെഡ്ത്തും ലെങ്ത്തും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു കോർണർ ഉണ്ടല്ലോ, മറ്റേ സൈഡിൽ മുകൾ ഭാഗത്തുള്ള ആ ഒരു കോർണർ, ആ ഒരു കോർണറിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ കോർണറിലേക്ക് വരച്ച ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ 6 സെൻറ്റിമീറ്റർ വെച്ച് വരച്ചിട്ടുള്ള ആ ഒരു വരയുണ്ടല്ലോ, ആ വരയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഇതേപോലെ ആദ്യം ഒരു പീസിൻ്റെ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പീസ് വിട്ടിട്ട് അടുത്ത കട്ട് ഇട്ട് കൊടുക്കുക. പിന്നെയും 2 പീസ് വിട്ടിട്ട് അടുത്ത കട്ട്. അതേപോലെ നമ്മൾ ഒന്ന് മുഴുവനായിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ വര വരുന്ന ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ പേപ്പർ കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ അതേപോലെ തന്നെ വേറൊരു കളർ പേപ്പർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ആ ഒരു 6 സെൻറ്റിമീറ്റർ വരച്ചതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് കട്ട് ചെയ്തത്, അടിഭാഗത്ത് കട്ട് ചെയ്തതെന്ന് മാത്രം. ഇനി നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ പേപ്പറിന് രണ്ടും ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പേപ്പർ മുകളിൽ കട്ട് ചെയ്ത് കൊടുത്ത പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അതേപോലെ ഓരോ കട്ടിലൂടെയും നമ്മൾ കയറ്റി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് അതൊന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേപ്പറിനെ പതിയൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ മുറിഞ്ഞു പോവുകയോ പേപ്പർ കീറിപ്പോവുകയൊന്നും ചെയ്യാതെ നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പം മുൻഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള ഭാഗവും നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഇളകി നിൽക്കാതെ ഇരുന്നോളും.
അപ്പോൾ അത് കുറച്ചൊരു കട്ടിയിൽ നിന്നോളും ആ മുൻഭാഗത്തെ പേപ്പറിന്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു നീല പേപ്പറും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ പിറകു ഭാഗത്തുള്ള ആ 2 പേപ്പേഴ്സും നമുക്ക് അതിൻ്റെ തൊട്ട് പിറകിൽ വരുന്ന ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഹോൾഡറിന് ഒരു കട്ടിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഞാനിവിടെ റെഡ് കളർ പേപ്പറിൽ നിന്ന് 2 ഹാർട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ഹാർട്ട്സ് നമ്മുടെ ആ ഒരു ഹോൾഡറിൻ്റെ മുൻഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വെച്ച് ഒട്ടിക്കാം, ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 ഹാർട്ട്സ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ പതിയൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ 2 വിടവുകൾ ഉണ്ടാവും ഇതേപോലെ. ആ ഒരു 2 വിടവിൽ നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളി കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ ഒന്ന് വിടർന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് വിടർത്തി കഴിയുമ്പോൾ നമ്മുടെ പെൻ ഓർ പെൻസിൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു പെൻ ഓർ പെൻസിൽ ഹോൾഡറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. പേപ്പർ മാത്രമേ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പേപ്പർ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് കട്ടിയില്ല, ന്യൂസ് പേപ്പറൊക്കെ ഭയങ്കര കട്ടി കുറവായതുകൊണ്ട് അതൊന്നും പറ്റില്ല. അല്ലാതെ നോട്ടീസിൻ്റെ പേപ്പർ അല്ലെങ്കിൽ കലണ്ടറിൻ്റെ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം പുതിയ വർഷം ആയതുകൊണ്ട് തന്നെ പഴയ കലണ്ടറൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കലണ്ടറിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.